ശാന്തി 4/11/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾ സത്യമായ ബാബയിലൂടെ സത്യമായ ദേവതയായിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ സത്യയുഗത്തിൽ സത്സംഗം കൂടേണ്ട ആവശ്യമില്ല. ചോദ്യം: സത്യയുഗത്തിൽ ദേവതമാരിൽ നിന്നും യാതൊരു വികർമ്മവും ഉണ്ടാവുക സാധ്യമല്ല. എന്തുകൊണ്ട്? ഉത്തരം: കാരണം അവർക്ക് സത്യമായ ബാബയുടെ വരദാനം ലഭിച്ചിട്ടുണ്ട്. വികർമ്മം ഉണ്ടാകുന്നത് രാവണന്റെ ശാപം ലഭിക്കാൻ തുടങ്ങുമ്പോഴാണ്. സത്യയുഗത്തിലും ത്രേതായിലും സദ്ഗതി തന്നെയാണ്. ആ സമയത്ത് ദുർഗതിയുടെ നാമം ഉണ്ടായിരിക്കുന്നില്ല. വികർമ്മം ഉണ്ടാകുവാനായി വികാരം തന്നെയില്ല. ദ്വാപര കലിയുഗത്തിൽ സർവരുടെയും ദുർഗതി ഉണ്ടാകുന്നു. അതിനാൽ വികർമ്മം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾക്ക് ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഇത് സുപ്രീം പിതാവുമാണ്, സുപ്രീം ടീച്ചറുമാണ്, സുപ്രീം സദ്ഗുരുവുമാണ്. ബാബയുടെ ഇങ്ങനെയുള്ള മഹിമ പറയുന്നതിലൂടെ ഓട്ടോമാറ്റിക്കലി സിദ്ധമാകുന്നത് ശ്രീകൃഷ്ണൻ ആരുടെയും പിതാവാവുക സാധ്യമല്ല എന്നാണ്. കൃഷ്ണൻ ചെറിയ കുട്ടിയാണ്, സത്യയുഗത്തിലെ പ്രിൻസാണ്. കൃഷ്ണന് ടീച്ചറാകുവാനും സാധ്യമല്ല. സ്വയം തന്നെ ഇരുന്ന് ടീച്ചറിൽ നിന്നും പഠിക്കുന്നു. ഗുരു അവിടെ ഉണ്ടായിരിക്കുന്നില്ല. കാരണം അവിടെ എല്ലാവരും സദ്ഗതിയിലാണ്. പകുതി കൽപ്പം സദ്ഗതിയും പകുതി കൽപ്പം ദുർഗതിയുമാണ്. അപ്പോൾ അവിടെ സദ്ഗതിയാണ്. അതിനാൽ ജ്ഞാനത്തിൻ്റെ ആവശ്യം അവിടെ ഉണ്ടായിരിക്കുന്നില്ല. പേര് പോലും ഇല്ല. കാരണം ജ്ഞാനത്തിലൂടെ 21 ജന്മങ്ങളിലേക്കായി സദ്ഗതി ലഭിക്കുന്നു. പിന്നെ ദ്വാപരം മുതൽ കലിയുഗ അന്ത്യം വരെ ദുർഗതിയാണ്. അപ്പോൾ ശ്രീകൃഷ്ണന് പിന്നെ ദ്വാപരയിൽ എങ്ങനെ വരാൻ സാധിക്കും? ഇതും ആർക്കും ശ്രദ്ധയിൽ വരുന്നില്ല. ഓരോരോ കാര്യത്തിലും വളരെയധികം ഗുഹ്യ രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. അത് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആ ഒന്ന് സുപ്രീം ബാബയാണ്, സുപ്രീം ടീച്ചറാണ്. ഇംഗ്ലീഷിൽ സുപ്രീം എന്ന് തന്നെയാണ് പറയുന്നത്. ചില ഇംഗ്ലീഷ് വാക്കുകൾ നല്ലതാണ്. ഡ്രാമ എന്ന വാക്കുപോലെ. ഡ്രാമയെ നാടകം എന്ന് പറയില്ല. നാടകത്തിലാണെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ സൃഷ്ടിയുടെ ചക്രം കറങ്ങുന്നു എന്ന് പറയുന്നുമുണ്ട്. എന്നാൽ എങ്ങനെ കറങ്ങുന്നു? അതേപോലെ കറങ്ങുന്നു, അതോ മാറ്റം ഉണ്ടാകുന്നു? ഇത് ആർക്കും തന്നെ അറിയില്ല. മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഡ്രാമ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുമുണ്ട്. തീർച്ചയായും ഒരു കളിയാണ്. അത് വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ചക്രത്തിൽ മനുഷ്യർക്ക് തന്നെയാണ് ചക്രം കറങ്ങേണ്ടി വരുന്നത്. ശരി, ഈ ചക്രത്തിൻ്റെ ആയുസ് എത്രയാണ്? എങ്ങനെയാണ് റിപ്പീറ്റ് ആകുന്നത്? ഇത് കറങ്ങുന്നതിന് എത്ര സമയമെടുക്കുന്നു? ഇത് ആരും അറിയുന്നില്ല. ഇസ്ലാമികൾ, ബൗദ്ധി തുടങ്ങിയ ഇവരെല്ലാം വംശമാണ്. അതിനും ഡ്രാമയിൽ പാർട്ടുണ്ട്. ബ്രാഹ്മണരായ നിങ്ങളുടെ ഡിനൈസ്റ്റി ഇല്ല. ഇതാണ് ബ്രാഹ്മണകുലം, സർവോത്തമ ബ്രാഹ്മണകുലം എന്ന് പറയുന്നു. ദേവീ ദേവതമാരുടേതും കുലമാണ്. ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് വളരെ സഹജമാണ്. സൂക്ഷ്മവദനത്തിൽ ഫരിസ്തകൾ വസിക്കുന്നു. അവിടെ എല്ലും മാംസവും ഉണ്ടായിരിക്കുന്നില്ല. ദേവതമാർക്കാണെങ്കിൽ എല്ലും മാംസവും ഉണ്ടല്ലോ. ബ്രഹ്മ സോ വിഷ്ണു, വിഷ്ണു സോ ബ്രഹ്മ. വിഷ്ണുവിൻ്റെ നാഭി കമലത്തിൽ നിന്നും ബ്രഹ്മാവിനെ എന്തുകൊണ്ട് കാണിച്ചിരിക്കുന്നു? സൂക്ഷ്മവദനത്തിൽ ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല. ആഭരണങ്ങളോ മറ്റോ ഉണ്ടാവുക സാധ്യമല്ല. അതിനാൽ ബ്രഹ്മാവിനെ വെള്ള വസ്ത്രധാരിയായ ബ്രാഹ്മണനായി കാണിച്ചിരിക്കുന്നു. ബ്രഹ്മാവാകുന്ന സാധാരണ മനുഷ്യൻ
വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ ദരിദ്രമായല്ലോ. ഈ സമയത്ത് ഖാദി വസ്ത്രമാണുള്ളത്. സൂക്ഷ്മ ശരീരം എന്താണെന്ന് ആ പാവങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, അവിടെ ഫരിസ്തകളാണുള്ളത്. അവർക്ക് എല്ലും മാംസവും ഉണ്ടായിരിക്കുന്നില്ല. സൂക്ഷ്മവദനത്തിലാണെങ്കിൽ ഈ അലങ്കാരങ്ങളും മറ്റും ഉണ്ടായിരിക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ ചിത്രങ്ങളിൽ കാണിച്ചിരിക്കുന്നു. അപ്പോൾ ബാബ അതിൻ്റെ തന്നെ സാക്ഷാത്കാരം കാണിച്ച് പിന്നെ അർത്ഥം മനസ്സിലാക്കിച്ചു തരുന്നു. ഹനുമാന്റെ സാക്ഷാത്കാരം കാണിച്ചു തരുന്നത് പോലെ. ഹനുമാനെ പോലെ ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കുന്നില്ല. ഭക്തിമാർഗത്തിൽ അനേകം പ്രകാരത്തിലുള്ള ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നു. ആർക്കാണോ വിശ്വാസം വന്നുപോയത് അവരോട് ഇങ്ങനെ പറയുകയാണെങ്കിൽ പിണങ്ങുന്നു. ദേവിമാരുടെ മറ്റും എത്ര പൂജ ചെയ്യുന്നു, പിന്നെ മുക്കി താഴ്ത്തുന്നു. ഇതെല്ലാം ഭക്തിമാർഗമാണ്. ഭക്തിമാർഗത്തിൻ്റെ ചതുപ്പ് നിലത്തിൽ കഴുത്തോളം മുങ്ങിപ്പോയി പിന്നെ എങ്ങനെ പുറത്തെടുക്കുവാൻ സാധിക്കും? പുറത്തെടുക്കുന്നത് തന്നെ പ്രയാസമായി പോകുന്നു. ചിലരാണെങ്കിൽ മറ്റുള്ളവരെ പുറത്തെടുക്കുന്നതിന് നിമിത്തമായി സ്വയം മുങ്ങിപ്പോകുന്നു. സ്വയം കഴുത്തോളം ചതുപ്പിൽ കുടുങ്ങുന്നു. അതായത് കാമവികാരത്തിൽ വീണു പോകുന്നു. ഇതാണ് ഏറ്റവും വലിയ ചതുപ്പ്. സത്യയുഗത്തിൽ ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ സത്യമായ ബാബയിലൂടെ സത്യമായ ദേവതയായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അവിടെ സത്സംഗങ്ങൾ നടക്കുന്നില്ല. ഇവിടെ ഭക്തി മാർഗത്തിൽ സത്സംഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. എല്ലാം ഈശ്വരന്റെ രൂപമാണ് എന്ന് മനസ്സിലാക്കുന്നു. യാതൊന്നും മനസ്സിലാക്കുന്നില്ല. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, കലിയുഗത്തിൽ സർവരും പാപാത്മാക്കളാണ്. സത്യയുഗത്തിലുള്ളത് പുണ്യാത്മാക്കളാണ്. രാപ്പകലിൻ്റെ വ്യത്യാസമാണ്. നിങ്ങൾ ഇപ്പോൾ സംഗമത്തിലാണ്. കലിയുഗവും സത്യയുഗവും രണ്ടിനെയും അറിയുന്നു. മുഖ്യമായ കാര്യമാണ് ഇക്കരെ നിന്നും അക്കരെ പോകുന്നതിൻ്റേത്. ക്ഷീരസാഗരവും വിഷയസാഗരവും എന്ന മഹിമയുമുണ്ട്. എന്നാൽ അർത്ഥം ഒന്നും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ബാബയിൽ നിന്ന് കർമ്മ അകർമ്മങ്ങളുടെ രഹസ്യം മനസ്സിലാക്കിച്ചു തരുന്നു. കർമ്മം മനുഷ്യർ ചെയ്യുന്നുണ്ട്. പിന്നെ ചില കർമ്മം അകർമ്മമാകുന്നു, ചിലത് വികർമ്മമാകുന്നു. രാവണ രാജ്യത്തിൽ എല്ലാ കർമ്മവും വികർമ്മമാകുന്നു. സത്യയുഗത്തിൽ വികർമ്മം ഉണ്ടാകുന്നില്ല. കാരണം അവിടെ രാമരാജ്യമാണ്. ബാബയിൽ നിന്നും വരദാനം നേടിയിരിക്കുന്നു. രാവണൻ ശാപം നൽകുന്നു. ഇത് സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കളിയാണല്ലോ. ദുഃഖത്തിൽ എല്ലാവരും ബാബയെ ഓർമ്മിക്കുന്നു. സുഖത്തിൽ ആരും ഓർമ്മിക്കുന്നില്ല. അവിടെ വികാരങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു, തൈ നടുകയാണ്. ഈ തൈ നടുന്ന രീതിയും ഇപ്പോഴാണ് വന്നത്. ബാബ തൈ നടുന്നത് ആരംഭിച്ചു കഴിഞ്ഞു. മുൻപ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആയിരുന്നപ്പോൾ വൃക്ഷങ്ങളുടെ തൈ നടുന്നതായി ഒരിക്കലും പത്രങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ബാബ ഇരുന്ന് ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ തൈ നടുന്നു. മറ്റൊരു തൈയും നടുന്നില്ല. വളരെയധികം ധർമ്മങ്ങളുണ്ട്. ദേവീ ദേവതാ ധർമ്മം പ്രായേണ ലോപിച്ചു. ധർമ്മഭ്രഷ്ടവും കർമ്മഭ്രഷ്ടവും ആകുന്നത് കാരണം പേര് തന്നെ തലകീഴായി വച്ചിരിക്കുന്നു. ആരാണോ ദേവതാധർമ്മത്തിലേത് അവർക്ക് പിന്നെ അതേ ദേവതാധർമ്മത്തിലേക്ക് വരേണ്ടതുണ്ട്. ഓരോരുത്തർക്കും അവരവരുടേതായ ധർമ്മത്തിലേക്ക് പോകേണ്ടതുണ്ട്. ക്രിസ്ത്യൻ ധർമ്മത്തിലുള്ളവർ മാറി പിന്നെ ദേവീ ദേവതാ ധർമ്മത്തിലേക്ക് വരിക സാധ്യമല്ല. മുക്തി ഉണ്ടാവുക സാധ്യമല്ല. പിന്നെ ആരെങ്കിലും ദേവീ ദേവതാ ധർമ്മത്തിൽ നിന്നും കൺവേർട്ടായി ക്രിസ്ത്യൻ ധർമ്മത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ മടങ്ങി വന്ന് തൻ്റെ ദേവീ ദേവതാ ധർമ്മത്തിലേക്ക് വന്നു ചേരും. അവർക്ക് ഈ ജ്ഞാനവും യോഗവും വളരെ നല്ലതായി തോന്നും. ഇതിൽ നിന്നും തെളിയുന്നത് ഇവർ തൻ്റെ ധർമ്മത്തിലേതാണ് എന്നാണ്. ഇതിൽ മനസ്സിലാക്കുന്നതിനും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിനും വലിയ വിശാല ബുദ്ധി ആവശ്യമാണ്. ധാരണ ചെയ്യേണ്ടതുണ്ട്.
പുസ്തകം വായിച്ച് കേൾപ്പിക്കേണ്ടതില്ല. ആരെങ്കിലും ഗീത കേൾപ്പിക്കുകയും മനുഷ്യരിരുന്ന് കേൾക്കുകയും ചെയ്യുന്നത് പോലെ. ചിലരാണെങ്കിൽ ഗീതയിലെ ശ്ലോകം പൂർണ്ണമായും മനഃപാഠമാക്കുന്നു. പിന്നെ ഇതിൻ്റെ അർത്ഥം ഓരോരുത്തരും അവരവരുടേതായി ഇരുന്ന് കണ്ടെത്തുന്നു. ശ്ലോകം മുഴുവനും സംസ്കൃതത്തിലാണ്. ഇവിടെയാണെങ്കിൽ മഹിമയുണ്ട്. സാഗരത്തെ മഷിയാക്കി മാറ്റിയാലും മുഴുവൻ കാടിനെയും പേനയാക്കി മാറ്റിയാലും ജ്ഞാനത്തിൻ്റെ അവസാനം ഉണ്ടാകുന്നില്ല എന്ന്. ഗീതയാണെങ്കിൽ വളരെ ചെറുതാണ്. 18 അധ്യായങ്ങളുണ്ട്. ഇത്രയും ചെറിയ ഗീത ഉണ്ടാക്കി കഴുത്തിൽ വളരെ ചെറിയ അക്ഷരമായിരിക്കും. കഴുത്തിൽ അണിയുന്നതിൻ്റെ ശീലമുണ്ട്. എത്ര ചെറിയ ലോക്കറ്റ് ഉണ്ടാക്കുന്നു. വാസ്തവത്തിൽ സെക്കൻഡിൻ്റെ കാര്യമാണ്. ബാബയുടേതായി വിശ്വത്തിൻ്റെ അധികാരിയായി മാറിയതുപോലെ. ബാബ നമ്മൾ അങ്ങയുടെ ഒരു ദിവസത്തെ കുട്ടിയാണ് എന്നും എഴുതുവാൻ തുടങ്ങും. ഒരു ദിവസത്തിൽ നിശ്ചയമുണ്ടായി ഉടനെ കത്തെഴുതും. കുട്ടിയായി, അപ്പോൾ വിശ്വത്തിൻ്റെ അധികാരിയായി. ഇതും ആരുടെയും ബുദ്ധിയിലിരിക്കുക പ്രയാസമാണ്. നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നുവല്ലോ. അവിടെ മറ്റൊരു ഖണ്ഡവും ഉണ്ടായിരിക്കുന്നില്ല. പേരും അടയാളവും മറഞ്ഞു പോകുന്നു. ഈ ഖണ്ഡം ഉണ്ടായിരുന്നു എന്ന് ആർക്കും അറിയാൻ പോലും കഴിയുന്നില്ല. അഥവാ കഴിയുമായിരുന്നെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും വേണ്ടതാണ്. അവിടെ ഇതുണ്ടായിരിക്കുന്നില്ല. അതിനാൽ പറയുന്നു, നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നവരാണ്. ബാബ മനസ്സിലാക്കിച്ചു തന്നു, ഞാൻ നിങ്ങളുടെ അച്ഛനുമാണ്, ജ്ഞാനത്തിൻ്റെ സാഗരവുമാണ്. ഇതാണെങ്കിൽ വളരെ ഉയർന്നതിലും ഉയർന്ന ജ്ഞാനമാണ്. അതിലൂടെ നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. നമ്മുടെ ബാബ സുപ്രീമാണ്, സത്യപിതാവാണ്, സത്യ ടീച്ചറാണ്, സത്യമാണ് കേൾപ്പിക്കുന്നത്. പരിധിയില്ലാത്ത ശിക്ഷണവും നൽകുന്നു. പരിധിയില്ലാത്ത ഗുരുവാണ്. സർവരുടെയും സദ്ഗതി ചെയ്യുന്നു. ഒന്നിൻ്റെ മഹിമയാണ് ചെയ്തത്. അപ്പോൾ ആ മഹിമ പിന്നെ രണ്ടാമതൊരാൾക്കുണ്ടാവുക സാധ്യമല്ല. പിന്നെ ആ ഒന്ന് തനിക്ക് സമാനമാക്കി മാറ്റണം. അപ്പോഴാണ് സാധ്യമാകുന്നത്. അപ്പോൾ നിങ്ങളും പതീത പാവനനായി സത് നാം എന്നെഴുതുന്നു. പതീത പാവനി ഗംഗകൾ ഈ മാതാക്കളാണ്. ശിവശക്തി എന്ന് പറയാം, ശിവവംശി എന്ന് പറയാം. ശിവവംശി ബ്രഹ്മകുമാർ കുമാരിമാർ. ശിവവംശി എല്ലാവരുമാണ്. ബാക്കി ബ്രഹ്മാവിലൂടെ രചന രചിക്കുന്നു. അപ്പോൾ സംഗമത്തിൽ തന്നെയാണ് ബ്രഹ്മകുമാർ കുമാരിമാർ ഉണ്ടായിരിക്കുന്നത്. ബ്രഹ്മാവിലൂടെ അഡോപ്റ്റ് ചെയ്യുന്നു. ആദ്യം ഉണ്ടായിരിക്കുന്നത് ബ്രഹ്മകുമാർ കുമാരിമാരാണ്. ആരെങ്കിലും എതിർപ്പ് പ്രകടിപ്പിക്കുന്നു എങ്കിൽ അവരോട് പറയൂ, ഇത് പ്രജാപിതാവാണ്, ഇദ്ദേഹത്തിലാണ് പ്രവേശിക്കുന്നത്. ബാബ പറയുന്നു, വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ബ്രഹ്മാവ് വന്നതായി കാണിക്കുന്നു. ശരി, വിഷ്ണു പിന്നെ ആരുടെ നാഭിയിൽ നിന്നാണ് വന്നത്? അതിൽ ആരോയുടെ അടയാളം നൽകുവാൻ സാധിക്കും. രണ്ടും ഊടും പാവും പോലെയാണ്. ബ്രഹ്മ സോ വിഷ്ണു, വിഷ്ണു സോ ബ്രഹ്മ. ഈ ഒന്ന് അതിൽ നിന്നും, അത് ഈ ഒന്നിൽ നിന്നും ജനിച്ചു. ഇതിന് എടുക്കുന്നത് 1 സെക്കൻഡ്, അതിന് എടുക്കുന്നത് 5000 വർഷം. ഇത് വണ്ടർഫുൾ കാര്യങ്ങളാണല്ലോ. നിങ്ങൾ ഇരുന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കും. ബാബ പറയുന്നു, ലക്ഷ്മി നാരായണൻ 84 ജന്മങ്ങൾ എടുക്കുന്നു. പിന്നെ അതിൻ്റെ തന്നെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ ഞാൻ പ്രവേശിച്ച് ഇതാക്കി മാറ്റുന്നു. മനസ്സിലാക്കേണ്ട കാര്യമാണല്ലോ. ഇരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കിച്ചു തരാം. ഇദ്ദേഹത്തെ എന്തുകൊണ്ട് ബ്രഹ്മാവ് എന്ന് പറയുന്നു എന്ന് മുഴുവൻ ലോകത്തിനും കാണിച്ചു കൊടുക്കുന്നതിനായി ഈ ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നു. നമുക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. മനസ്സിലാക്കുന്നവർക്കേ മനസ്സിലാകൂ. മനസ്സിലാകാത്തവരെ കുറിച്ച് പറയും, ഇവർ നമ്മുടെ കുലത്തിലേതല്ല എന്ന്. പാവങ്ങൾ അവിടെ വരും, പക്ഷേ പ്രജയിലായിരിക്കും. നമ്മളെ സംബന്ധിച്ച് എല്ലാവരും പാവങ്ങളാണല്ലോ. ദരിദ്രരെ
പാവങ്ങൾ എന്ന് പറയാറുണ്ട്. എത്ര പോയിന്റ്സ് കുട്ടികൾക്ക് ധാരണ ചെയ്യേണ്ടതുണ്ട്? പ്രഭാഷണം ടോപ്പിക്കിന്മേൽ ചെയ്യേണ്ടതുണ്ട്. ഈ ടോപ്പിക് നിസ്സാരമാണോ? പ്രജാപിത ബ്രഹ്മാവിനും സരസ്വതിക്കും 4 കൈകൾ കാണിക്കുന്നു. അപ്പോൾ 2 ഭുജങ്ങൾ പുത്രിയുടേതാകുന്നു. യുഗളല്ല. യുഗൾ വാസ്തവത്തിൽ വിഷ്ണു തന്നെയാണ്. ബ്രഹ്മാവിൻ്റെ പുത്രിയാണ് സരസ്വതി. ശങ്കറിനും യുഗൾ ഇല്ല. ഈ കാരണത്താലാണ് ശിവശങ്കർ എന്ന് പറയുന്നത്. ഇനി ശങ്കർ എന്താണ് ചെയ്യുന്നത്? വിനാശമാകട്ടെ അറ്റോമിക് ബോംബ്സിലൂടെയാണ് ഉണ്ടാകുന്നത്. പിതാവ് എങ്ങനെ കുട്ടികളുടെ മൃത്യു ഉണ്ടാക്കും? ഇത് പാപമാകുമല്ലോ. പിതാവാണെങ്കിൽ സർവരെയും ശാന്തിധാമത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു, പ്രയത്നമില്ലാതെ. കണക്കുകൾ സമാപ്തമാക്കി സർവരും വീട്ടിലേക്ക് പോകുന്നു. കാരണം വിധി നിർണയത്തിൻ്റെ സമയമാണ്. ബാബ വരുന്നത് തന്നെ സേവനത്തിനു വേണ്ടിയാണ്. സർവർക്കും സദ്ഗതി നൽകുന്നു. നിങ്ങളും ആദ്യം ഗതിയിലും പിന്നീട് സദ്ഗതിയിലും വരും. ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ കാര്യങ്ങളെ അല്പം പോലും ആരും അറിയുന്നില്ല. നിങ്ങൾ കാണുന്നുണ്ട്, ചിലരാണെങ്കിൽ വളരെയധികം ബുദ്ധി കേടാക്കുന്നു. തീർത്തും മനസ്സിലാക്കുന്നില്ല. നല്ലവണ്ണം മനസ്സിലാക്കുന്നവർ ആരെല്ലാമായിരിക്കുമോ അവർ വന്ന് മനസ്സിലാക്കും. പറയൂ, ഓരോ കാര്യത്തെക്കുറിച്ചും മനസ്സിലാക്കണമെങ്കിൽ സമയം നൽകൂ. ഇതാകട്ടെ കേവലം ആജ്ഞയാണ്. സർവർക്കും ബാബയുടെ പരിചയം നൽകൂ. ഇത് മുള്ളുകളുടെ കാടാണ്. കാരണം അന്യോന്യം ദുഃഖം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ ദുഃഖധാമം എന്ന് പറയുന്നു. സത്യയുഗമാണ് സുഖധാമം. ദുഃഖധാമത്തിൽ നിന്നും സുഖധാമം എങ്ങനെയാകുന്നു? ഇത് നിങ്ങളെ മനസ്സിലാക്കിക്കട്ടെ. ലക്ഷ്മി നാരായണൻ സുഖധാമത്തിലായിരുന്നു. പിന്നെ ഇവർ 84 ജന്മങ്ങളെടുത്ത് ദുഃഖധാമത്തിൽ വരുന്നു. ഈ ബ്രഹ്മാവ് എന്ന നാമവും എങ്ങനെയാണ് വച്ചിരിക്കുന്നത്? ബാബ പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ച് പരിധിയില്ലാത്ത സന്യാസം ചെയ്യിക്കുന്നു. പെട്ടെന്ന് സന്യാസം ചെയ്യിക്കുന്നു. കാരണം ബാബയ്ക്ക് സർവീസ് ചെയ്യിക്കണം. ആ ഒന്നാണ് ചെയ്യിക്കുന്നത്. ഇദ്ദേഹത്തിന് പിന്നാലെ വളരെ പേർ വന്നിട്ടുണ്ട്. അതിന് പേരും വെച്ചിരിക്കുന്നു. അവർ പിന്നെ പൂച്ചക്കുട്ടികളെ ഇരുന്ന് കാണിക്കുന്നു. ഇതെല്ലാം കള്ളക്കഥകളാണ്. പൂച്ചക്കുട്ടികളാവുക എങ്ങനെ സാധിക്കും? പൂച്ചയിരുന്ന് ജ്ഞാനം കേൾക്കുകയൊന്നുമില്ല. ബാബ വളരെയധികം യുക്തികൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും കാര്യം ആർക്കെങ്കിലും മനസ്സിലായില്ല എങ്കിൽ അവരോട് പറയൂ, അൽഫിനെ, അതായത് ബാബയെ മനസ്സിലാക്കാത്തത് വരെയും ഒന്നും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ഒരു കാര്യം ഉറപ്പിക്കണം, എഴുതുകയും ചെയ്യണം. ഇല്ലെങ്കിൽ മറന്നുപോകും. മായ വിസ്മൃതമാക്കും. മുഖ്യമായ കാര്യം ബാബയുടെ പരിചയത്തിൻ്റെതാണ്. നമ്മുടെ അച്ഛൻ സുപ്രീം അച്ഛനാണ്, സുപ്രീം ടീച്ചറാണ്. ആ ഒന്ന് മുഴുവൻ വിശ്വത്തിൻ്റെയും ആദ്യ മധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിച്ചു തരുന്നു. അതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സമയം ആവശ്യമാണ്. ഏതുവരെ ബാബയെ മനസ്സിലാക്കുന്നില്ല അതുവരെ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. അൽഫിനെ, അതായത് ബാബയെ മനസ്സിലാക്കിയില്ല എങ്കിൽ ബേ, അതായത് സമ്പത്തിനെ കുറിച്ച് ഒന്നും മനസ്സിലാക്കില്ല. വെറുതെ സംശയം ഉയർത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനെ എന്തുകൊണ്ട് ശാസ്ത്രങ്ങളിലാകട്ടെ ഇങ്ങനെ പറയുന്നു എന്ന്. അതിനാൽ ആദ്യം സർവർക്കും ബാബയുടെ പരിചയം നൽകൂ. ശരി. മധുരമധുരമായ സിഖിലതേ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: കർമ്മ അകർമ്മ വികർമ്മങ്ങളുടെ ഗുഹ്യഗതിയെ ബുദ്ധിയിൽ വച്ച് ഇപ്പോൾ യാതൊരു വികർമ്മവും ചെയ്യുവാൻ പാടില്ല. ജ്ഞാനവും യോഗവും ധാരണ ചെയ്ത് മറ്റുള്ളവരെ കേൾപ്പിക്കണം.
സത്യമായ ബാബയുടെ സത്യമായ നോളജ് നൽകി മനുഷ്യരെ ദേവതയാക്കാനുള്ള സേവനം ചെയ്യണം. വികാരങ്ങളുടെ ചതുപ്പിൽ നിന്നും സർവരെയും പുറത്തെടുക്കണം. വരദാനം: അലൗകിക ലഹരിയുടെ അനുഭൂതിയിലൂടെ നിശ്ചയത്തിൻ്റെ തെളിവ് നൽകുന്ന സദാ വിജയിയായി ഭവിക്കട്ടെ. അലൗകിക ആത്മീയ ലഹരി നിശ്ചയത്തിൻ്റെ ദർപ്പണമാണ്. നിശ്ചയത്തിൻ്റെ തെളിവാണ് ലഹരി. ലഹരിയുടെ തെളിവാണ് സന്തോഷം. ആര് സദാ സന്തോഷത്തിലും ലഹരിയിലും ഇരിക്കുന്നുവോ അവരുടെ മുന്നിൽ മായയുടെ ഒരു പദ്ധതിയും നടക്കുകയില്ല. നിശ്ചിന്ത ചക്രവർത്തിയുടെ ചക്രവർത്തി പദത്തിനുള്ളിൽ മായയ്ക്ക് വരാൻ സാധിക്കില്ല. അലൗകിക ലഹരി സഹജമായി തന്നെ പഴയ ലോകത്തെയും പഴയ സംസ്കാരത്തെയും മറപ്പിക്കുന്നു. അതിനാൽ സദാ ആത്മീയ സ്വരൂപത്തിൻ്റെ ലഹരിയിൽ, അലൗകിക ജീവിതത്തിൻ്റെ ലഹരിയിൽ, ഫരിസ്ത സ്ഥിതിയുടെ ലഹരിയിൽ അല്ലെങ്കിൽ ഭാവിയിലെ ലഹരിയിൽ ഇരിക്കൂ. അപ്പോൾ വിജയിയായി മാറും. സ്ലോഗൻ: മധുരതയുടെ ഗുണം തന്നെയാണ് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ മഹാനത. അതിനാൽ മധുരമാകൂ, മധുരമാക്കൂ. അവ്യക്ത സൂചന: അശരീരിയുടെയും വിദേഹി സ്ഥിതിയുടെയും അഭ്യാസം വർദ്ധിപ്പിക്കൂ. ഏതുപോലെ വിദേഹിയായ ബാപ്ദാദിക്ക് ദേഹത്തിൻ്റെ ആധാരം എടുക്കേണ്ടി വരുന്നു കുട്ടികളെ വിദേഹിയാക്കി മാറ്റുന്നതിനായി, അതേപോലെ നിങ്ങളേവരും ജീവിതത്തിൽ ഇരിക്കവേ, ദേഹത്തിൽ ഇരിക്കവേ വിദേഹി ആത്മസ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് ഈ ദേഹത്തിലൂടെ ചെയ്യിക്കുന്നവരായി കർമ്മം ചെയ്യിക്കൂ. ഈ ദേഹം ചെയ്യുന്നവനാണ്. ദേഹിയായ താങ്കൾ ചെയ്യിക്കുന്നവനാണ്. ഈ സ്ഥിതിയെ വിദേഹി സ്ഥിതി എന്ന് പറയുന്നു. ഇതിനെ തന്നെയാണ് ഫോളോ ഫാദർ എന്ന് പറയുന്നത്. ബാബയെ ഫോളോ ചെയ്യുന്നതിൻ്റെ സ്ഥിതിയാണ് സദാ അശരീരി ഭവ, വിദേഹി ഭവ, നിരാകാരി ഭവ. ഓം ശാന്തി. സർവശ്രേഷ്ഠ സംഗമയുഗത്തിൻ്റെ ആദികാലമായ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ ഭാഗ്യവിധാതാവായ ബാബ എനിക്ക് ശ്രേഷ്ഠ ഈശ്വരീയ ഭാഗ്യം നേടിത്തരുന്നതിനു വേണ്ടി സഹജമായി ഈശ്വരീയ ഖജനാവുകൾ പ്രാപ്തമാക്കിക്കുന്നതിനു വേണ്ടി ക്ഷണിക്കുകയാണ്. ഈശ്വര സ്നേഹത്തിൻ്റെ ഈ പ്രേരണാദായകമായ അലകൾ എന്നെ സ്പർശിക്കുന്നു. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ സമീപം എത്തിച്ചേരുന്നു. ഗുഡ് മോർണിംഗ് ബാബ. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു. സർവപ്രാപ്തികളും ഉൾക്കൊള്ളുന്ന ധാരണാമൂർത്തിയായി ഞാൻ മാറുകയാണ്. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ
സമർപ്പിക്കുകയാണ്. ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ഇപ്പോൾ ഞാൻ സൈലൻസിൻ്റെ ഭാഷയിലൂടെയുള്ള ഈ ആത്മീയ സംഭാഷണത്തിൻ്റെ രസം നുകർന്ന് ഒരു സെക്കൻഡിൽ സാരരൂപമായി മാറുന്നു. ഞാൻ ശക്തിശാലി ബിന്ദു രൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ബിന്ദു രൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഈ ശക്തിശാലി അവസ്ഥയിൽ എൻ്റെ അനാദി ഗുണങ്ങൾ എമർജാകുന്നു. ഞാൻ സർവ ഗുണങ്ങളുടെയും സ്വരൂപമായി മാറുന്നു. ഞാൻ ബാബയുടെ മഹിമകളുടെ മാസ്റ്റർ സ്വരൂപമായി മാറുന്നു. ഞാൻ മാസ്റ്റർ ജ്ഞാനസാഗരമാണ്. മാസ്റ്റർ സർവശക്തിവാനാണ്. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ
അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. ഈ അമൃതവേളയിൽ ശിവപരമാത്മാവുമായുള്ള ഈ ദിവ്യ അലൗകിക മിലനത്തിൻ്റെ ആനന്ദമെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഡബിൾ ലൈറ്റ് സ്വരൂപം ധാരണ ചെയ്യുന്നു. അവ്യക്ത ശരീരധാരിയായി, പ്രകാശ ശരീരധാരിയായി, അവ്യക്ത ബാപ്ദാദയുടെ മുന്നിൽ ഞാൻ എത്തിച്ചേരുന്നു. അവ്യക്ത ബാപ്ദാദയുടെ സ്നേഹവും ശക്തിയും നിറഞ്ഞ ദൃഷ്ടി എന്നിൽ പതിയുന്നു. ഞാൻ ആ അനുഭവങ്ങളുടെ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സർവസമ്പന്നമാക്കുന്ന, സംതൃപ്തമാക്കുന്ന ദൃഷ്ടിയിൽ സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അലൗകിക അനുഭവങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ബാപ്ദാദയുടെ ദൃഷ്ടി എന്നെ വിശ്വവരദാനി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യിക്കുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.